ആവിയിൽ വേവിച്ചെടുത്ത് വളരെ എളുപ്പത്തിൽ സോഫ്റ്റായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ പലഹാരമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും മറ്റു ചില ചേരുവകളും മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഈ പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് ബ്രൗൺ നിറത്തിലുള്ള ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വൈറ്റ് ഷുഗർ എടുത്താലും മതി. ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട ഇതും കൂടി ഇട്ടിട്ട് പൊടിക്കുക. ഇത് ഓപ്ഷനാണ്, ഏലക്ക തന്നെ ഇട്ടും പൊടിക്കാം. ഈ പൊടിച്ച ഷുഗറിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ടത് മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതും കൂടെ ഒന്ന് നല്ലതായിട്ട് അടിച്ചതിന് ശേഷം മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റുക. അടുത്തതായിട്ട് ഒരു പുഴുങ്ങിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് സെയിം മിക്സിയുടെ ജാറിൽ ഇടുക. കൂടെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായി അരച്ചിട്ട് ഈ അരച്ചതും കൂടെ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ഇടുക. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നന്നായി കട്ടകളില്ലാതെ ഇളക്കുക. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായുടെ എണ്ണം കൂട്ടിയാൽ മതി. ഇവിടെ ഞാൻ വെള്ളമോ പാലോ ഒന്നും ചേർത്തിട്ടില്ല. ബാറ്റർ ഒത്തിരി തിക്കായാൽ 1 ടീസ്പൂൺ വെള്ളമോ പാലോ ചേർക്കാം. കുറച്ച് കലക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുക. ബേക്കിംഗ് പൗഡർ ഇല്ലാതെയും ഇതുണ്ടാക്കാം. എന്നാൽ കൂടുതൽ സ്പോഞ്ചിയായി കിട്ടണമെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നതാണ് നല്ലത്. ഇത് കേക്കിൻ്റെ ബാറ്റർ പോലെ ഈ കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഒത്തിരി ലൂസ് ആകരുത്. ഇനി ഇതൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കുക. അതിനകത്ത് തയ്യാറാക്കിയ ചെറിയ പാത്രങ്ങളിലോ അല്ലെങ്കിൽ വലിയ പാത്രങ്ങളിലോ ഓയിൽ പുരട്ടിയിട്ട് ഇത് കോരി ഒഴിക്കുക. ഡെക്കറേഷന് വേണ്ടി പംകിൻ സീഡാണ് അതിൻ്റെ മുകളിൽ വെക്കുന്നത്. ഉണക്കമുന്തിരിയോ കാഷ്യൂ നട്ട്സോ ഒക്കെ വെക്കാം. ഇതൊന്നും വെക്കണമെന്നില്ല, ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇനി ഇതെല്ലാം വെച്ചതിന് ശേഷം 15 മിനിറ്റ് ഇത് ആവിയിൽ വേവിക്കുക. 15 മിനിറ്റ് വെച്ചാൽ മതി, കൂടുതൽ സമയം വേവിക്കണ്ട. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. ഇത് വെന്തോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ പലഹാരമെല്ലാം വെന്ത് പൊങ്ങി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് ഇപ്പോഴേ വിട്ടു വന്നിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇപ്പം ചൂടെല്ലാം ആറി വന്നിട്ടുണ്ട്. ഇനി പാത്രം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഈ പലഹാരം പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടുവരും. ഈ സോഫ്റ്റായ പലഹാരം പാത്രത്തിൻ്റെ അടിയിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല. മൈദയൊന്നും ചേർക്കാതെ ആവിയിൽ ഉണ്ടാക്കാവുന്ന ഈ പലഹാരം വളരെ സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. എളുപ്പത്തിലുണ്ടാക്കാവുന്ന സ്പോഞ്ച് പോലുള്ള ഈ പലഹാരം കഴിക്കാൻ വളരെ നല്ലതാണ്. ഏത്തപ്പഴം കൊണ്ടുള്ള ഈ പലഹാരം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.